ഹായ് കൂട്ടുകാരെ, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കായത്തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റോടെ അറിയിക്കാനും മറക്കരുതേ. കഴിവതും കായൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഇതേ രീതിയിൽ തോരൻ മെഴുക്കോട്ടിയൊക്കെ വെക്കാൻ ശ്രമിക്കുക. ഈ കായ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് കേട്ടോ. നമ്മുടെ ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധം തടയാനും അതുപോലെ തന്നെ നമ്മളുടെ ശരീരഭാരം കുറയ്ക്കാനും പ്രമേഹമുള്ളവർക്കും ഒക്കെ വളരെ നല്ലതായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. പച്ചക്കായ നമുക്ക് തോരൻ വെച്ചോ മെഴുക്കുരട്ടിയോ അല്ലെങ്കിൽ പുഴുങ്ങിയിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. നമ്മൾ ഫ്രൈ ചെയ്ത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഗുണം പോവും. എളുപ്പത്തിൽ കായയുടെ കറ പോകാൻ വേണ്ടി നമുക്ക് കുറച്ച് മഞ്ഞളും ഉപ്പും ചേർത്ത് വെള്ളത്തിൽ ഇട്ട് കുറച്ചൊരു 10 മിനിറ്റോളം വെച്ചാൽ മതി. വേഗം തന്നെ കറയെല്ലാം പോയി കിട്ടും. അതുപോലെ തന്നെ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ കറ പോകും കേട്ടോ. നമ്മുടെ കയ്യിലൊക്കെ നമ്മളുടെ കറ പറ്റാതിരിക്കാൻ നമ്മൾ കുറച്ച് എണ്ണ തൂത്തിട്ട് ഇത് അരിഞ്ഞെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഒത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് നേരം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മൂടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതെൻ്റെ വലത്തെ കൈയാണ് കേട്ടോ. ഞാൻ ഈ കയ്യിൽ മാത്രം എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ കയ്യിൽ കറ വന്നു. ഇടത്തെ കയ്യിൽ നമ്മൾ എണ്ണ തേച്ചതുകൊണ്ട് അതിലൊട്ടും കറ വന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ കയ്യിൽ എണ്ണ തേച്ചതിന് ശേഷം നമ്മളിങ്ങനെ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒട്ടും കറയൊന്നും ആവത്തില്ല കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഇതൊക്കെ ഒരു 10 മിനിറ്റ് ശേഷം കഴുകിയെടുത്ത് നമ്മൾ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ടേ. നമ്മൾ വീണ്ടും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾ അടുപ്പിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ മൂടി വെച്ച് കൊടുത്ത് ഒന്ന് വെന്ത് വരട്ടെ. കായ ആയതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ വെന്ത് വരും കേട്ടോ. അത്ര വലിയ താമസമൊന്നുമില്ല. അതുപോലെ നമ്മൾ തീ കുറച്ചിട്ടിട്ട് വേണം ഒന്ന് വേവിച്ചെടുക്കാൻ. ചിലപ്പോൾ അടിയിലൊട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് നല്ല എരിവുള്ള നല്ല പഴുത്ത മുളക്, അതുപോലെ തന്നെ കുറച്ച് ജീരകം, 2-3 അല്ലി വെളുത്തുള്ളി തൊലിയോട് കൂടിയുള്ളതാണ്, പിന്നെ ഒരു 5-6 ചെറിയ ഉള്ളി. ഇത്രയും നന്നായിട്ട് നമ്മളൊന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ട് നമ്മളുടെ ഈ കായടയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെന്തതിന് ശേഷമാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ അരപ്പരയ്ക്കുന്ന സമയത്ത് ശക്കല ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേവിക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു പാൻ വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. എന്നിട്ട് അതിനകത്ത് കുറച്ച് കൊച്ചുള്ളിയും അതുപോലെ തന്നെ കുറച്ച് ഉണക്കമുളകും കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം നമ്മളിതൊക്കെ നന്നായിട്ടെടുത്ത് മൂപ്പിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഈ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില ചേർത്തില്ല. നിങ്ങൾ ഉറപ്പായിട്ടും കറിവേപ്പില ചേർക്കണേ. നന്നായിട്ട് മൂത്ത് വന്നത് നമ്മളുടെ കായ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കായ മെഴുക്ക് വരട്ടി. ഇതും വേണമെങ്കിൽ ഒരു മുട്ടയും കൂടെ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.